നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത നീക്കങ്ങളുമായി UDF ക്യാമ്പ്. തോറ്റവനെ വിജയിയാക്കിയും പഴയ പുലിക്കുട്ടികളെ തിരിച്ചിറക്കിയും തലസ്ഥാനത്തിന്റെ ചുവപ്പുകോട്ടകൾ തകർക്കാനാണ് ഇക്കുറി കോൺഗ്രസ് പദ്ധതിയിടുന്നത്. എന്നാൽ ഈ സീറ്റ് വിഭജനത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ കളികൾക്കപ്പുറം വൈകാരികമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്നാണ് അണിയറയിലെ സംസാരം. BJPയുടെ ഉരുക്കുകോട്ടയായ നേമത്ത് SFIയുടെ കുന്തമുനകളെ നേരിടാൻ KSUവിന്റെ പെൺകരുത്തായ വൈഷ്ണ സുരേഷിനെയാണ് UDF നിയോഗിക്കുന്നത്. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPMന്റെ ഉറച്ച കോട്ടയായ മുട്ടട വാർഡിൽ വോട്ടർ പട്ടിക വിവാദങ്ങളെ പോലും അതിജീവിച്ച് വൈഷ്ണ നടത്തിയ അട്ടിമറി വിജയം രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചതാണ്. ആ മുട്ടട വിസ്മയം നേമത്തും ആവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഈ യുവ നേതാവിനെ പോർക്കളത്തിലിറക്കുന്നത്. എന്നാൽ നേമത്ത് വൈഷ്ണവിക്ക് നേരിടേണ്ടി വരുന്നത് അതികായന്മാരെയാണ്. സിറ്റിംഗ് MLAയും മന്ത്രിയുമായ V ശിവൻകുട്ടിയുടെ സ്വാധീനവും BJP സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് അംഗത്തിനിറങ്ങുന്നതും വലിയ വെല്ലുവിളിയാണ്. 2021 K മുരളീധരൻ മത്സരിച്ചിട്ടും 3ാം സ്ഥാനത്തിലേക്ക് പോയ ചരിത്രമുള്ള മണ്ഡലത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF തിരിച്ചുപിടിച്ച വോട്ടുകൾ വൈഷ്ണയ്ക്ക് കരുത്താകും. ശശി തരൂർ ഇക്കുറി നിയമസഭാ ഗോതയിലുണ്ടാകില്ലെന്നത് അണികളെ ഞെട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ആ വിടവ് നികത്താൻ അനന്തപുരിയുടെ കനൽത്തരി K മുരളീധരനെ തന്നെ ഹൈക്കമാൻഡ് രംഗത്തിറക്കുന്നു. വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കാൻ മുരളിയല്ലാതെ മറ്റൊരു മരുന്നില്ലെന്ന തിരിച്ചറിവിലാണ് ഈ നീക്കം. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ഇക്കുറി കോൺഗ്രസ് കൈപ്പത്തി പതിക്കില്ല. CMP നേതാവ് CP ജോണിനായി ഈ സീറ്റ് വിട്ടുനൽകാൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയതായാണ് വിവരം. സ്വന്തം തട്ടകത്തിൽ നിന്ന് CP ജോണിന് വഴിമാറിക്കൊടുത്ത് മുൻ മന്ത്രി VS ശിവകുമാർ അരുവിക്കരയിലേക്ക് വണ്ടി കയറുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വിട്ടുവീഴ്ചയുടെ പുതിയ അധ്യായമായി മാറും. മറ്റ് പ്രധാന മാറ്റങ്ങൾ: നെയ്യാറ്റിൻകരയിൽ N ശക്തൻ. പഴയ പ്രതാപം വീണ്ടെടുക്കാൻ മുൻ സ്പീക്കർ വീണ്ടും അംഗത്തിനിറങ്ങുന്നു. പാറശാലയിൽ നെയ്യാറ്റിൻകര സനലിന്റെ മണ്ഡലം മാറ്റം തെക്കൻ കേരളത്തിലെ വോട്ട് സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ ഈ നീക്കം താഴെത്തട്ടിലുള്ള പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കുമെന്നത് കണ്ടറിയണം. പ്രത്യേകിച്ചും CMPക്കായി ഉറച്ച സീറ്റുകൾ വിട്ടുനൽകുന്നതിലെ അപകടം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിലും വൈഷ്ണ സുരേഷിനെ പോലുള്ള യുവ പോരാളികളുടെ നിഷ്പക്ഷ വോട്ടുകൾ നേടിയെടുത്ത് ഒരു വമ്പൻ അട്ടിമറി തന്നെയാണ് UDF സ്വപ്നം കാണുന്നത്.